ഹായ് ഗൈസ്, ഇന്ന് നമ്മളെ മെഷീനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. കാരണം ഓണത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിന് മുമ്പേ ഞാനിത് ശരിയാക്കാനിരുന്നതാണ്. കാരണം മെഷീൻ്റെ ഉള്ളിൽ നിന്നൊരു സ്മെല്ല്, ഓയിലിൻ്റെ സ്മെല്ല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ അത് നോക്കാമെന്ന് വിചാരിച്ചാൽ അതങ്ങനെ വിട്ടുപോയി. നമുക്ക് കൂടുതൽ വരുന്നത് വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതൽ വരിക. അപ്പം നമുക്ക് അതുമ്പോൾ നിറച്ച് ബീഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വീണ ബീഡ്സും വേസ്റ്റുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഓയിൽ ഒഴിക്കുന്ന ഭാഗമാണ് ഈ കറുപ്പ് വട്ടത്തിൽ കാണുന്നില്ല, അവിടെ സ്ക്രൂ ആണ്. ആ സ്ക്രൂ അഴിച്ചിട്ട് അതിൻ്റെ ഓയിലൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കാൻ. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഒരു കാന്തമുണ്ട്. ആ കാന്തത്തിലാണ് നമ്മൾ പിന്ന്, സൂചി, കൊളുത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റി പിടിച്ച് ഇരിക്കണുണ്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും തുടച്ചു. കുറച്ചൊക്കെ എണ്ണൻ്റെ കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അവിടേക്ക്. നമ്മൾ ആ നേരത്തെ എടുത്ത കാന്തം നമ്മൾ അവിടെ തന്നെ വെച്ചു. പിന്നെ നമ്മൾ ഇനി ഓയിൽ ഒഴിക്കണം. ഓയിൽ നമുക്ക് ഒരു അതിൽ തന്നെ ലോ എന്നും എഴുതിയിട്ടുണ്ടാവും, മാക്സിമം എന്നും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആ മാക്സിമത്തിൻ്റെ അവിടം വരെയെങ്കിലും നമ്മളൊരു ഓയിൽ ഒഴിക്കണം. എന്തായാലും 1 ലിറ്റർ ഓയിലെങ്കിലും നമുക്കിതിൽ ഒഴിക്കാൻ വേണം. നമ്മൾ പഴയ ഓയിൽ ഇതിൽ ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇത് ലൂസാക്കി കൊടുത്തിട്ട് അടിവശത്ത് നമ്മളൊരു ബോട്ടിൽ വെച്ചിട്ടാണ് പഴയ ഓയിലൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞത്. അപ്പോൾ ഈ ഓയിൽ പുതിയത് നമ്മൾ ഒഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിലെ ഓയിലൊക്കെ നമുക്ക് പിന്നെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ഒഴിക്കുകയാണ്. ആ ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് 1 ലിറ്റർ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്ന പോലെ നിങ്ങളാരും മെഷീന് ശ്രദ്ധിക്കാതിരിക്കരുത്. എനിക്ക് ഇത് തിരക്കിനിടയിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഓയിൽ കുറവുണ്ടോ നോക്കുക, ഇതിൽ വേസ്റ്റ് അടിഞ്ഞിട്ടുണ്ടോ നോക്കുക. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മളെ മെഷീന് നമുക്ക് ഇത്രയും വലിയ മെഷീന് കേട് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.